3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് മണ്ണാർക്കാട്ട് സാധാരണ മനുഷ്യരുടെ ശബ്ദമായി പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് ഷംസുദ്ദീൻ കടന്നുപോകുമ്പോ നിങ്ങളുടെ നെഞ്ചിലുള്ള പെരിച്ചിൽ ഞങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. തുടർച്ചയായി തോറ്റ ഘടകകക്ഷി CPIയുടെ കയ്യിൽ നിന്ന് മണ്ണാർക്കാട് എടുത്ത് പകരം പാലക്കാടോ ചിറ്റൂരോ കൊടുത്ത് ഇവിടെ CPIM മത്സരിക്കും എന്നുള്ളൊരു കെണി, അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഇവിടെ റഷീദായി സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് കണ്ണിലെ കൃഷ്ണമണി എന്ന് പറഞ്ഞിരുന്നവന്റെ കണ്ണിലിപ്പോ കരടാൻ, ഒരു കാലത്ത് ചങ്കാണ് എന്ന് പറഞ്ഞിരുന്ന എന്റെ പഞ്ചായത്തിലെ വെള്ളപ്പാടത്തെ കുട്ടിയുടെ ചങ്കിലിപ്പോ കൂരമ്പാൻ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പ്രശ്നം വീണാ ജോർജിനെ പറഞ്ഞൊന്നുമല്ല. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ അരുൺകുമാറും മണ്ണാർക്കാടുന്ന് പ്രിയപ്പെട്ട ശശിയേട്ടന് ഭയങ്കര മെയിൻ്റാണ്, ബ്രില്യന്റ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് അരുണിനോട് ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയൊന്നുമില്ല, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അദ്ദേഹം സുഖിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് കേട്ടാൽ കുറെ ആളുകൾക്ക് നെഞ്ചരിച്ചിലുണ്ടാകും, അതിനുവേണ്ടിയാണെന്ന്. പ്രിയപ്പെട്ട ഞങ്ങളുടെ MLA അദ്ദേഹം മുൻ ഷൊർണൂർ MLA ഒരു മഞ്ഞ ഷർട്ടിട്ട് വന്നപ്പോ നല്ല മനോഹരമായിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട് എന്ന് പറഞ്ഞതാണോ DYFIയുടെ മണ്ണാർക്കാട്ടെ കുഞ്ഞാടുകളുടെ പ്രശ്നം എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. ഏതായിരുന്നാലും കൃത്യമായ ഒരു കാര്യം പറയാം. ഇടതുപക്ഷത്തിന്റെ CPM എന്ന വലിയേറ്റനാണെങ്കിലും CPI എന്ന കുഞ്ഞേറ്റനാണെങ്കിലും ഇനി നിങ്ങളുടെ ഘടകകക്ഷിയിൽപ്പെട്ട വേറെ ആരെങ്കിലും ഒക്കെയാണെങ്കിലും നിങ്ങളുടെ ബൂത്ത് ഭാരവാഹികൾക്ക് സംസ്ഥാന സെക്രട്ടറിമാരായ ഗോവിന്ദനും അതുപോലെ തന്നെ ബിനോയ് വിശ്വം അടക്കം വന്ന് മണ്ണാർക്കാട് നിന്നാലും 15 വർഷക്കാലമായി മണ്ണാർക്കാട് മണ്ഡലം കാണാത്ത വികസന വിപ്ലവത്തിന്റെ നായകൻ ഷംസുദ്ദീനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ നിങ്ങൾ മണ്ണാർക്കാട് ഷംസുദ്ദീന്റെ വാഹനം ഒന്ന് തടയണം, ഞങ്ങൾക്കതൊന്ന് കാണണം. ഒരൊറ്റല്ലേ പറയുന്നുള്ളൂ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞില്ലേ, എന്റെ സംസാരം തടസ്സപ്പെടുത്തിയാൽ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ സംസാരിക്കില്ല എന്ന്. ഷംസുദ്ദീന്റെ വാഹനത്തിന് നിങ്ങൾ 1 സെക്കൻഡ് തടഞ്ഞാൽ കേരളത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും UDYFിനോട് അനുവാദം ചോദിക്കുന്നവരും ഒന്ന് പുറത്തിറങ്ങാൻ എന്ന്